IFFKയിൽ കേന്ദ്രം വെട്ടിയ സിനിമകൾ അതൊക്കെ വലിയ ചർച്ചയാകുന്നു. ഏറ്റവും ഒടുവിൽ കേന്ദ്രത്തിന് അയയേണ്ടി വന്നിരിക്കുകയാണ്. ആ വെട്ടിന് പിന്നിൽ എന്തായിരുന്നു? ഇപ്പോൾ കേന്ദ്രം എത്തിയിരിക്കുന്ന നിലപാടിന് പിന്നിൽ എന്താ? പരിശോധിക്കാം. IFFK സിനിമാ വിവാദത്തിൽ സംസ്ഥാനം നിലപാട് കടുപ്പിച്ചതോടെ കേന്ദ്രം വഴങ്ങുന്നു. പലസ്തീൻ 36 അടക്കം 12 സിനിമകൾ കൂടി പ്രദർശിപ്പിക്കാൻ കേന്ദ്രം അനുമതി നൽകി. റോഷിബാൽ ചേരുന്നു വിശദാംശങ്ങളുമായി. റോഷിബാൽ, വെട്ടിക്കൂട്ടുകയായിരുന്നു കേന്ദ്രം. IFFKയിൽ സിനിമകൾ കാണാനുള്ള അവസരത്തെയാണ് ചോദ്യം ചെയ്തുകൊണ്ട് ഈ നിഷേധമുണ്ടായത്. പക്ഷേ സംസ്ഥാനം ഒരു നിലപാടെടുത്തു, അല്ലേ? കേന്ദ്രം വെട്ടിയാലും ആ സിനിമകളെല്ലാം പ്രദർശിപ്പിക്കുമെന്ന് നിലപാടെടുത്തതോടുകൂടി വഴങ്ങുകയാണോ കേന്ദ്രം ചെയ്തത്? കേന്ദ്രത്തിന്റെ ഏറ്റവും ഒടുവിലെ നിലപാടെന്താണ്? റോഷ്നി, IFFKയിൽ 19 സിനിമകൾക്കാണ് പ്രദർശനാനുമതി നിഷേധിച്ചത്. അത് ചലച്ചിത്രമേളയുടെ കൃത്യമായ നടത്തിപ്പിനെ പോലും ബാധിക്കുമെന്ന സാഹചര്യം എത്തിയപ്പോഴാണ് സർക്കാർ തീരുമാനിച്ചത് ഏത് സിനിമയെ വിലക്കിയാലും അത് വിലക്ക് ലംഘിച്ചുകൊണ്ട് പ്രദർശിപ്പിക്കുമെന്ന്. അതിൽ പ്രധാനപ്പെട്ട പല ചലച്ചിത്രങ്ങൾ, അതിൽ ഏറ്റവും പ്രധാനമായത് പാലസ്തീൻ ഗാസയിലെ പാക്കേജ് ആയിരുന്നു. ആ പാക്കേജ് ഒരു ചിത്രത്തിന് പോലും അനുമതി ഉണ്ടായിരുന്നില്ല. അതിന് വാർത്താവിതരണ മന്ത്രാലയം പറഞ്ഞ വിശദീകരണം മറ്റൊന്നായിരുന്നു. പക്ഷേ അതൊന്നും അംഗീകരിക്കാൻ IFFKയുടെ സംഘാടകരും സർക്കാരോ തയ്യാറായില്ല. സിനിമ പ്രദർശിപ്പിക്കാനുള്ള തീരുമാനമെടുത്തു. കടുത്ത നിലപാട് IFFK സ്വീകരിച്ചതോടെയാണ് കേന്ദ്ര വാർത്താ വിതരണ മന്ത്രാലയം ഇപ്പോൾ 12 സിനിമ കൂടി പ്രദർശന അനുമതി നൽകിയിരിക്കുന്നത്. ഏതായാലും നേരത്തെ പശ്ചിമ ബംഗാളിലും ചലച്ചിത്രമേളയുടെ ഘട്ടത്തിലും സമാന നിലപാട് വാർത്താ വിതരണ മന്ത്രാലയത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. അവിടെ മുഖ്യമന്ത്രി മമതാ ബാനർജി വിലക്കുകൾ ലംഘിച്ച് സിനിമ പ്രദർശിപ്പിക്കാനുള്ള നിർദ്ദേശം കൊടുത്തതോടെയാണ് ആ കേന്ദ്ര സർക്കാരിൻ്റെ നീക്കം അവിടെ പൊളിഞ്ഞത്. സമാനമായ നീക്കം കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തും നടത്തിയെന്ന ആരോപണമാണ് ഇപ്പോൾ CPM അടക്കം ഉയർത്തുന്നത്. അതിൽ വലിയ പ്രതിരോധം സിനിമാ പ്രവർത്തകരുടെ ഭാഗത്ത് തന്നെ അത് IFFK വേദിയിലും പരിസരത്തുമൊക്കെ ഉണ്ടായിരുന്നു. അതിന് തൊട്ടു പിന്നാലെ തന്നെ ഇപ്പോൾ 12 ചിത്രങ്ങൾ എത്തി. ഏതായാലും ഇനി വിലക്കുണ്ടെങ്കിലും ആ സിനിമയൊക്കെ പ്രദർശിപ്പിക്കുമെന്ന നിലപാടെടുത്ത് സർക്കാർ പോകുന്നതുകൊണ്ട് IFFK അത് ബാധിക്കില്ല. ഏതെങ്കിലും തരത്തിൽ കേന്ദ്ര സർക്കാർ വഴങ്ങിക്കൊടുത്താൽ അടുത്ത വർഷം കാണികളുടെ എണ്ണം കുറയും, കാഴ്ചക്കാരുടെ എണ്ണം കുറയും. മാത്രവുമല്ല, അതിൻ്റെ ഒരു പൊലിമ നഷ്ടപ്പെടും, ഈ ചലച്ചിത്രമേളയുടെ പൊലിമ നഷ്ടപ്പെടും എന്ന വിലയിരുത്തലിലേക്ക് സംഘാടകർ എത്തുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ശക്തമായ തീരുമാനമെടുത്ത് സർക്കാർ മുന്നോട്ട് പോയത്. കണ്ണു കെട്ടിയാലും സിനിമകൾ കാണിപ്പിക്കുമെന്ന സംസ്ഥാനം പറയുകയായിരുന്നു. കേന്ദ്രത്തിന്റെ വിലക്കുകളെ തള്ളുകയായിരുന്നു സംസ്ഥാനം. അതിന് പിന്നാലെയാണ് കേന്ദ്രം ഏറ്റവും ഒടുക്കം വഴങ്ങിയിരിക്കുന്നത്. പലസ്തീൻ 36 വലിയ ചർച്ചയായ സിനിമയാണ്. അതിനടക്കം 12 സിനിമകൾക്ക് കൂടി പ്രദർശിപ്പിക്കാനുള്ള അനുമതി കേന്ദ്രം നൽകിയിരിക്കുന്നു.